ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹിമയുടെ വിവരമറിഞ്ഞ് സ്വപ്നയും ഗിരിയും കൂടി ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് മഞ്ജുവുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഗിരി ചോദിച്ചറിയുകയാണ് എന്താണ് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ജു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്വപ്നയാണെങ്കിലോ ഇത് കേട്ടതോടുകൂടി മഹിമയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അല്ല, നിങ്ങളൊക്കെയല്ലേ പറഞ്ഞത് അവൾ നല്ല കുട്ടിയാണെന്ന്, ഞാനാണ് മോശം പ്രവൃത്തിയിലൂടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയല്ലോ. ഇത് കണ്ടില്ലേ, പഠിപ്പുള്ളവരാണ് ഇങ്ങനെയുള്ള ദുശീലങ്ങളും പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ആ പവിത്രം ഹോട്ടൽ പോലത്തെ വൃത്തികെട്ട ഹോട്ടലിലേക്കൊക്കെ ഇങ്ങനെ പോവുമായിരുന്നു. എന്തിനാണ് അവൾ അവിടേക്ക് പോയത്? അവൾക്ക് മുകുന്ദനുമായിട്ടുള്ള കല്യാണത്തിനൊന്നും ഇഷ്ടമുണ്ടായിട്ടുണ്ടാവില്ല. അവനെ പോലത്തെ ഒരു കിഴങ്ങിനെ ആരാണ് വിവാഹം കഴിക്കുക? അതൊക്കെ കൊണ്ടായിരിക്കും അവൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവുക. അവളുടെ സമ്മതമൊന്നും നിങ്ങളാരും ചോദിച്ചില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും അങ്ങ് തീരുമാനിക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ടാവും ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് എന്ന് പറയട്ടോ. അപ്പോൾ സ്വപ്നം മുകുന്ദനെ കുറിച്ചുള്ള വാക്കുകൾ പറയുമ്പോൾ അത് മുകുന്ദന് വല്ലാതെ വിഷമം വരികയാണ്. മുകുന്ദൻ അപ്പോഴത്തേക്കും അവിടേക്ക് വന്നിട്ടുണ്ടാവും. മഹിമയ്ക്ക് കൊടുക്കാനുള്ള ബ്ലഡ് കൊടുത്ത ശേഷമായിരിക്കും അവിടേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോഴാണ് സ്വപ്ന ഇതൊക്കെ പറയുന്നത് മുകുന്ദൻ കേൾക്കുന്നത്. സ്വപ്ന മുകുന്ദൻ അവിടെ ഉണ്ട് എന്നുള്ളത് അറിയാതെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് മഞ്ജുവും ഗിരിയും മുകുന്ദനെ കണ്ട സമയത്ത് അവിടേക്ക് നോക്കുകയാണ്. അപ്പോഴാണ് സ്വപ്നയും തിരിഞ്ഞു നോക്കുന്നത്. മുകുന്ദൻ വിഷമത്തോടു കൂടി മഞ്ജുവിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് നഴ്സ് മഹിമയ്ക്ക് കൊടുക്കാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് കൊടുത്തിട്ട് ഒന്നും മിണ്ടാതെ വിഷമത്തോടു കൂടിയിട്ട് മുകുന്ദൻ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ജു പറയുകയാണ്, മുകുന്ദന് നന്നായിട്ട് വിഷമമായിട്ടുണ്ട് ഗിരിയേട്ടാ, ഒന്ന് പോയി ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞ് മുകുന്ദൻ്റെ അടുത്തേക്ക് ഗിരിയെ പറഞ്ഞയക്കാം കേട്ടോ. അപ്പോൾ ഗിരി പറയുകയാണ്, ഇവൾക്ക് അതിന് നാക്കിന് എല്ലില്ല എന്ന് കരുതിയിട്ട് എന്തും അങ്ങ് വിളിച്ചു പറയാമെന്നാണല്ലോ ഇവളുടെ വിചാരം എന്നും പറഞ്ഞിട്ടാണ് ഗിരി മുകുന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ മുകുന്ദൻ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഗിരി പറയുകയാണ്, അവൾ പറയുന്ന വാക്കുകളൊന്നും കേട്ട് നീ വിഷമിക്കണ്ട. നിനക്കറിയാവുന്നതല്ലേ അവളുടെ സ്വഭാവം. അവൾക്ക് എരുതിയിൽ കൂടെ എണ്ണ ഒഴിക്കാൻ മാത്രമാണ് അറിയുകയുള്ളൂ. അവൾക്ക് മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്നവളാണ്. നിനക്കറിയാവുന്നതല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ മുകുന്ദൻ പറയണ, ഞാൻ മഹിമയോട് ചോദിച്ചതാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് എനിക്ക് വക്കീലിനെ ഇഷ്ടമാണെന്നുള്ളത്. എന്നിട്ട് പിന്നെ എന്തിനാണ് അവൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്? ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് ആരായാലും ഒന്ന് പറഞ്ഞു പോകുമല്ലോ. ഈ ബന്ധത്തിന് താല്പര്യമില്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് എന്ന് ആരായാലും ഒന്ന് ചിന്തിച്ചു പോകുമെന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് മഞ്ജു വരികയാണ്. എന്നിട്ട് പറയുകയാണ്, നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല മുകുന്ദ കാര്യങ്ങളൊക്കെ. മഹിമ ഹോട്ടലിലേക്ക് പോയതല്ല, അവളെ കൊണ്ടുപോയതാണ് എന്ന് പറയുമ്പോൾ എന്താ മഞ്ജു എന്ന് ചോദിക്കാൻ കേട്ടോ. മഹിമയെ ആ അബിയും വിപിനും കൂടിയിട്ട് ബോധം കെടുത്തി ക്ലോറോഫോം മണപ്പിച്ചിട്ടാണ് അവളെ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അവരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മഹിമ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് എന്ന് പറയട്ടോ. അങ്ങനെ എല്ലാ സത്യവും അങ്ങ് അറിഞ്ഞതോടുകൂടി മുകുന്ദനും ഗിരിക്കും അങ്ങ് ദേഷ്യം വരികയാണ്. അപ്പോൾ ഗിരി പറയുകയാണ്, മഹിമയുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നത്തിനും പിറകിലും ആ അബിയാണല്ലോ, അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയണം. അവനെ പിടിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ പോലീസുകാർ ചെയ്തിട്ടുണ്ട്. അവൻ ഇവിടെ നിന്ന് മുങ്ങാനുള്ള പരിപാടിയാണെന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയാണ്, പോലീസിൻ്റെ കയ്യിൽ അവനെ കിട്ടുന്നതിൻ്റെ മുന്നേ എനിക്കൊന്ന് അവനെ എൻ്റെ കയ്യിൽ കിട്ടണം ഗിരി എന്ന് പറയട്ടോ. അതിനെന്താ, നിനക്ക് ഞാൻ അവനെ നിൻ്റെ കയ്യിൽ ഇട്ട് തന്നിരിക്കുമെന്ന് പറഞ്ഞ് മുകുന്ദനും ഗിരിയും അവിടെ നിന്നും അബിയെയും വിപിനെയും പൊക്കാൻ വേണ്ടി പോവുകയാണ്. ആ ഹോട്ടലിലെ മാനേജർ സുരേഷിനെ പിടിച്ചതോട് കൂടിയിട്ടാണ് ഇവരാണ് ഇതിൻ്റെ പിറകിലെന്നുള്ള സത്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞത്. അവനെ ഞങ്ങൾ വെറുതെ വിടാനും പോകുന്നില്ല, അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നൊക്കെ മഞ്ജു പറയുകയാണ്. പിന്നീട് സ്വപ്നയാണെങ്കിൽ ഫോണിലൂടെ ഒരു ഫ്രണ്ടിന് വിളിച്ച് പറയുകയാണ്, മഹിമ കൊള്ളരുതാത്തവൾ തന്നെയാണ്, അവൾക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്നുള്ളത് ഇപ്പോഴല്ലേ മനസ്സിലായത്, അവളെ കണ്ടാൽ തന്നെ അറിയാം അവൾ ആൾ ശരിയല്ല എന്നും പറഞ്ഞ് മഹിമയെക്കുറിച്ച് മോശമായിട്ട് തന്നെ പറയുകയാണ് കേട്ടോ. അവളുടെ കൂടെ ആ ഹോട്ടലിൽ 2 ആൺപിള്ളേർ കൂടി ഉണ്ടായിരുന്നു. അവർ വേണമെങ്കിൽ കാര്യം കഴിഞ്ഞ ശേഷം അവർ പോയിട്ടുണ്ടാവും. അപ്പം പിന്നെ ഇവൾക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെ ഒരു സൂയിസൈഡിന് ശ്രമിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ മഞ്ജു കേൾക്കുകയാണ്. അങ്ങനെ മഹിമയെക്കുറിച്ച് മോശമായി സ്വപ്ന പറയുന്നത് കേൾക്കുമ്പോൾ മഞ്ജുവിന് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ മഞ്ജുവിനെ കണ്ടതോടുകൂടി സ്വപ്ന ഫോണ് കട്ടാക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് മഞ്ജു അവിടെ നിന്നേ എന്നങ്ങ് പറയാൻ കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എൻ്റെ മഹിമയെക്കുറിച്ച് ഈ മോശമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടേക്ക് വന്നത്? നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഗിരിയേട്ടൻ ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വന്നതാണ് എന്ന് പറയട്ടോ. എങ്കിൽ നിൻ്റെ ഈ പുഴുത്ത നാവൊന്ന് നിർത്തി
നിർത്തിയേക്ക്, നീ ഇനി മേലിൽ എൻ്റെ മഹിമയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ എന്നങ്ങ് പറഞ്ഞിട്ട് സ്വപ്നയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നിൻ്റെ എല്ലാ പ്രവർത്തികളും എനിക്കറിയാം. എനിക്ക് അന്ന് വിഷം തരാൻ നോക്കിയതും ഗുണ്ടകൾക്ക് കതക് തുറന്നു കൊടുത്ത് എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയതും എല്ലാം തന്നെ നീയാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അത് ഗിരിയേട്ടൻ അറിയില്ല. ഗിരിയേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നോട് ക്ഷമിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ നിനക്ക് ഞാനൊരു വാണിംഗ് തരാം. ഇനി മേലിൽ എന്നെയും എൻ്റെ മഹിമയെയും ഇനി നീ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ മഞ്ജുവിൻ്റെ മറ്റൊരു മുഖം നീ കാണുക തന്നെ ചെയ്യും. പിന്നെ അത് നീ താങ്ങില്ല എന്ന് പറഞ്ഞ് മഞ്ജു നന്നായിട്ട് തന്നെ സ്വപ്നയെ ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. അതോടുകൂടി സ്വപ്നയ്ക്ക് ഉത്തരം മുട്ടിപ്പോവുകയാണ്. എല്ലാ സത്യവും മഞ്ജു മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവളെങ്ങാനും ഗിരിയേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും എന്നെ ഗിരിയേട്ടൻ അവിടെ നിന്നും അടിച്ചു പുറത്താക്കുമെന്ന് സ്വപ്നയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ സ്വപ്ന ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കാണ്ട്. അപ്പോഴാണ് ഡോക്ടർ വന്ന് പറയുന്നത്, മഹിമയ്ക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബോധം വരും എന്ന് പറയാണ്. അങ്ങനെ ഡോക്ടറോട് ചോദിക്കുകയാണ്, എനിക്ക് എൻ്റെ മഹിമയെ ഒന്ന് കാണാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ, അതിനെന്താ, നീ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞ് മഞ്ജു ഐസിനകത്തേക്ക് കയറുകയാണ് കേട്ടോ. ഈ സമയം സ്വപ്നയാണെങ്കിൽ കഴുത്തൊക്കെ തടവുകയാണ്. മഞ്ജു കഴുത്തിന് പിടിച്ച് നന്നായിട്ട് തന്നെ അമർത്തിയത് കൊണ്ട് തന്നെ അവളൊന്ന് പേടിച്ച് മഞ്ജുവിൻ്റെ കയ്യിലെ ചൂട് അറിയേണ്ടി വരുമോ, അവളെങ്ങാനും എന്നെ കേസിലകപ്പെടുത്തി അകത്താക്കുമോ എന്നൊക്കെ പേടിയോടുകൂടി അതൊക്കെ ചിന്തിച്ചുകൊണ്ട് സ്വപ്ന അവിടെ നിൽക്കാൻ കേട്ടോ. എന്നിട്ട് സ്വപ്ന അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് മഹിമയുടെ അടുത്തേക്ക് ചെന്ന് മഞ്ജു മഹിമ കിടക്കുന്നത് കാണുമ്പോൾ അറിയാതെ അങ്ങ് കരഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ മഹിമ കണ്ണ് തുറന്ന് ചേച്ചിയെ നോക്കുന്ന സമയത്ത്, എന്തിനാ മോളെ നീ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്? നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഈ ചേച്ചിയോട് പറഞ്ഞാൽ പോരെ? നിന്റെ പ്രശ്നങ്ങളൊക്കെ ഈ ചേച്ചി വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയില്ല എന്ന് കരുതിയിട്ടാണോ? അതോ ചേച്ചി ഇപ്പോൾ ഒരു അമ്മയാവാൻ പോകുന്നത് കൊണ്ട് എനിക്കതൊന്നും താങ്ങാൻ കഴിയില്ല എന്ന് നീ കരുതിയോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ മഹിമ പൊട്ടിക്കരഞ്ഞോണ്ട് പോരുകയാണ്. ചേച്ചി എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ്. അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ്, നീ ഇനിയെങ്കിലും എന്നോട് സത്യങ്ങളൊക്കെ പറ, ചേച്ചിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും എന്ന് പറയട്ടോ. അപ്പോൾ മഹിമ എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അബിയാണ് ഇതിൻ്റെ പിറകിലുള്ളത് എന്നും അബി എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ആരെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ അവനത് സോഷ്യൽ മീഡിയയിൽ ഇടുമെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലാണ് ഞാൻ പിന്നെ ഇതുവരെയും ഇക്കാര്യം ചേച്ചിയോട് പോലും പറയാതിരുന്നത്. ഞാൻ കാരണം ചേച്ചിക്കും അച്ഛനും പേരുദോഷം വരുമല്ലോ എന്നുള്ള ആ ഒരു സങ്കടം എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നെ ഞാൻ തന്നെ ഇല്ലാതാക്കാം, എല്ലാം ഇല്ലാതാക്കാം എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ അവൻ വിളിച്ചിടത്തേക്ക് ഞാൻ പോയത്. അവൻ എന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു കത്തി എൻ്റെ കയ്യിൽ വെച്ചതിൻ്റെ ശേഷമാണ് പോയത്. അവനെ കൊന്ന് ഞാനും ഇല്ലാതാവും എന്ന് തന്നെയാണ് തീരുമാനിച്ചത് എന്നൊക്കെ മഞ്ജുവിനോട് മഹിമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാ സത്യവും അങ്ങ് പറയുകയാണ്. അത് കേട്ടതോടുകൂടി മഞ്ജു മഹിമയോട് പറയണേ, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മോളെ, എനിക്ക് ദോഷം വരാത്ത രീതിയിൽ ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മാധവൻ്റെ മോളായിരിക്കില്ല എന്നും പറഞ്ഞ് വെല്ലുവിളി നടത്തിയിട്ട് തന്നെയാണ് കേട്ടോ മഞ്ജു അവിടെ നിന്ന് പോകുന്നത്. ഈ സമയം അബി രക്ഷപ്പെടാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് വിപിൻ വിളിക്കുന്നത്, അബി നീ എയർപോർട്ടിലേക്ക് പോവരുത്, മഞ്ജുവിൻ്റെ പോലീസുകാരൊക്കെ എയർപോർട്ടിലേക്ക് നിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്, നിന്നെ കണ്ടാൽ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും നീയുമാണ് ഇതിൻ്റെ പിറകിലെന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു വഴി പറയാം, എൻ്റെ കാർ എടുത്ത് നമുക്ക് ഹൈദരാബാദിലേക്ക് പോവാം, എന്നിട്ട് അവിടെ നിന്നും നമുക്ക് വിദേശത്തേക്ക് പോവാം, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് അബി വിപിൻ്റെ അടുത്തേക്ക് പോവാൻ നിൽക്കാൻ കേട്ടോ. അടുത്ത എപ്പിസോഡിൽ അബി പോകുന്ന വഴിയിൽ വെച്ചാണ് ഗിരിയും മുകുന്ദനും കൂടി അബിയുടെ ബൈക്ക് തടയുന്നത്. എന്നിട്ട് മുകുന്ദൻ മഹിമയോട് ചെയ്തതിനുള്ള ദ്രോഹത്തിന് കണക്ക് പറഞ്ഞ് അബിക്ക് നന്നായിട്ട് തന്നെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അബിയും മുകുന്ദനെ തിരിച്ച് അടിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ മുകുന്ദൻ തടയുകയാണ്. എന്നിട്ട് അബിക്ക് കണക്കിന് കൊടുക്കുകയാണ് കേട്ടോ മുകുന്ദൻ. അപ്പോൾ ഇതെല്ലാം തന്നെ ഗിരി ആസ്വദിച്ച് നിന്ന് കാണുകയാണ്. മഹിമയോടുള്ള സ്നേഹം മുഴുവനും മുകുന്ദൻ്റെ ആ ഒരു അടി കാണുന്നുണ്ട് എന്ന് ഗിരിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. എന്നിട്ട് മുകുന്ദൻ അബിക്ക് കണക്കിന് കൊടുത്ത ശേഷം പിന്നെ ഗിരിയുടെ കയ്യിൽ നിന്നുമാണ് അബിക്ക് കിട്ടുന്നത്. അങ്ങനെ മഞ്ജുവിനെ വിളിച്ചു പറയുകയാണ് അബിയെ കിട്ടി എന്നുള്ള കാര്യം. അപ്പോഴത്തേക്കും പോലീസുകാർ വിപിനെയും സുരേഷിനെയും ഒക്കെ കൈയോടെ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ സുരേഷിനെ ആദ്യമേ പിടിച്ച് ഒരു പരുവമാക്കിയ ശേഷമാണ് സുരേഷ് മേല് നൊന്ത ശേഷം എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്നത്. വിപിനും അബിയും കൂടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തത് എന്നുള്ളതൊക്കെ വിശദ
വിശദമായി സുരേഷാണ് പറയുന്നത്. അപ്പോഴത്തേക്കും വിപിനെ കൂടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് കേട്ടോ. എന്നിട്ട് വിപിന് നന്നായിട്ട് തന്നെ പോലീസുകാരുടെ കയ്യിൽ നിന്നും കിട്ടുകയാണ്. അപ്പോഴത്തേക്കും അബിയുമായിട്ട് അവിടേക്ക് വരികയാണ്. അങ്ങനെ അബിയെ കണ്ടതോടുകൂടി മഞ്ജു പോലീസുകാരിയായി മാറുകയാണ് കേട്ടോ. മഞ്ജു മഹിമയോട് ചെയ്തതിനുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ദ്രോഹത്തിനും എണ്ണി എണ്ണി അബിയോട് പകരം ചോദിക്കുകയാണ്. അങ്ങനെ ലാത്തി ഉപയോഗിച്ച് അബിയെ കണക്കിന് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്നായിട്ട് തന്നെ അബിക്ക് കൊടുത്ത ശേഷം പിന്നീട് അവിടേക്ക് മഹിമ വരികയാണ് കേട്ടോ. മഹിമയെ കണ്ടതോടുകൂടി വിപിനും അബിയും ആകെ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ മഹിമ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അപ്പോഴാണ് കേട്ടോ അവർക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ പിന്നെ അടുത്തത് മഹിമയുടെ കയ്യിൽ നിന്നുമാണ് അബിക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ മഹിമ ലാത്തി എടുക്കുകയാണ്. ലാത്തി എടുത്ത് തലങ്ങും വിലങ്ങും അബിയെ നന്നായിട്ട് തന്നെ പൊട്ടിക്കുകയാണ്. മഹിമയോട് ചെയ്ത ദ്രോഹത്തിന് എണ്ണി എണ്ണി മഹിമ പകരം വീട്ടുകയാണ്. മനസ്സിലേക്ക് അബി കാരണം ഉണ്ടായ ഓരോ വേദനകളും ഓർത്തോണ്ട് തന്നെയാണ് കേട്ടോ അബിയെ മഹിമ നന്നായിട്ട് തന്നെ പൊട്ടിക്കുന്നത്. അങ്ങനെ അബിയെയും വിപിനെയും സുരേഷിനെയും കണക്കിന് കൊടുക്കുകയാണ് കേട്ടോ. മുകുന്ദന്റെ കയ്യിൽ നിന്നും ഗിരിയുടെ കയ്യിൽ നിന്നും അടി കിട്ടുന്ന സമയത്ത് അബി രക്ഷപ്പെടാൻ വേണ്ടി പറയുകയാണ്, മഹിമയുടെ വീഡിയോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളോട് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നങ്ങ് പറഞ്ഞതോടുകൂടി മുകുന്ദന് പെട്ടെന്നങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അബിയുടെ കോളറയിൽ കയറി പിടിച്ചിരുന്ന മുകുന്ദൻ പെട്ടെന്ന് അറിയാതെ അങ്ങ് കൈയെടുത്ത് പോവുകയാണ്. അബിയുടെ ആ ഒരു വാക്ക് കേട്ടതോടുകൂടി അത് കേട്ട ഗിരിക്കാണ് കേട്ടോ പിന്നീട് ദേഷ്യം വരുന്നത്. അത് കേട്ടതോടുകൂടി ഗിരിയുടെ കയ്യിൽ നിന്നുമാണ് അബിക്ക് കണക്കിന് കിട്ടുന്നത്. എന്ത് പറഞ്ഞടാ നീ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അടിക്കുന്നത്. പിന്നീട് സ്റ്റേഷനിലെത്തിയ ശേഷം മഞ്ജു അബിയോട് പറയുകയാണ്, നീ ഒരു പോലീസുകാരിയുടെ കുടുംബത്തോടാണ് കളിച്ചിരിക്കുന്നത്, അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് നീ ഇന്ന് ശരിക്കും മനസ്സിലാക്കുമെടാ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ മഞ്ജു തലങ്ങും വിലങ്ങും അബിയെ അടിക്കുന്നത്. അങ്ങനെ മഹിമ അടിക്കുന്ന സമയത്ത് അബിയോട് പറയുന്നുണ്ട്, ഇനി നീയും ഇവനും ഒരിക്കലും ഒരു പെൺകുട്ടിയോടും ഇങ്ങനെ ഒരു ചതി ചെയ്യരുത്, അതിനുള്ള എന്നേക്കുമുള്ള ഓർമ്മയാണ് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ മഹിമ ഇതുവരെ ഞാൻ അനുഭവിച്ച വേദന എന്താണെന്നുള്ളത് നീ അറിയണം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ നന്നായിട്ട് തന്നെ അരവിന്ദാക്ഷൻ സാറിൻ്റെ മുന്നിലും ബിജുക്കുട്ടൻ്റെ മുന്നിലൊക്കെ വെച്ച് മഹിമ അബിയെ അടിക്കുന്നത്. അങ്ങനെ വിപിൻ്റെയും അബിയുടെയും ഡോക്ടർ ആവുക എന്നുള്ള മോഹം ഇതോടുകൂടി അവസാനിക്കുകയാണ്. നിങ്ങൾക്കൊന്നും ഡോക്ടർ ആവാനുള്ള ഒരു യോഗ്യതയും അർഹതയും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ ഡോക്ടർ ആവുക എന്നുള്ള മോഹം അവസാനിക്കുകയാണ്.